ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം. ഈ സ്ഥാപനത്തെ കട്ടുമുറിക്കുന്ന ഒരു കാട്ടുകള്ളനായ ഒരു ഫാസുരാങ്കൻ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയതിനു ശേഷം ഈ സ്ഥാപനത്തെ കട്ടുപിടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പുതിയൊരു ഭരണസമിതി വന്നതിന് ശേഷം ആ ജീവനക്കാർക്ക് ന്യായമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് വന്നത്. എന്താണ് ഈ സമര രീതി? ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ഇത് എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോവുക? ഈ സമര രീതി എന്ന് പറയുന്നത് ജീവനക്കാർക്ക് മുൻ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് കാലാകാലങ്ങളിൽ എല്ലാ ജീവനക്കാരെയും അതിനെ ഓഫീസറെന്നോ തൊഴിലാളിയെന്നോ നോക്കാതെ ഈ സ്ഥാപനത്തിൽ ലാഭം കൊയ്യുന്ന തൊഴിലാളികൾക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അവഗണനയും ആ മുൻ ഭരണസമിതിയുടെ കാര്യത്തിൽ. പ്ലാന്റ് പൂർണ്ണമായി അടഞ്ഞോ? ഇപ്പോൾ പ്ലാന്റ് പൂർണ്ണമായി അടഞ്ഞു. അതുമാത്രമല്ല, ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി കൊടുത്ത പരാതിയിന്മേൽ മന്ത്രി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ ഒരു 2-2.5 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഫെഡറേഷൻ ഓഫീസിന് മുൻപ് അവസാന വണ്ടി പാല് പോയത് എപ്പോഴാണ്? അവസാനം രാവിലെ 5 മണിക്ക്. അതിനുശേഷം ഇപ്പോൾ ഒരു വണ്ടികളും പോയിട്ടില്ല. ഈ മന്ത്രിതലത്തിലെടുത്ത പ്രൊമോഷൻ പോളിസിയുടെ അപാകത പരിഹരിക്കുന്നിടത്ത മിനിറ്റ്സ് പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകാതെ ഓഫീസർക്ക് മാത്രമായി പോയി പ്രൊമോഷൻ. ജില്ലകളിലാണ് സമരം? സമരത്തിന്റെ ഡീറ്റെയിൽസ് പറയും, ആവശ്യം മനസ്സിലായി. സമരത്തിന്റെ സമരം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഡയറികൾ പൂർണ്ണമായും അടച്ചിട്ടുള്ള സമരപരിപാടിയിലേക്ക്. സമരം ഇന്ന് വൈകുന്നേരം വരെ പോയാൽ പാലുവിതരണം തടസ്സപ്പെടും. ഇപ്പൊ നിലവിൽ ഇനി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം രാവിലെ 6:30 മണിക്ക് തുടങ്ങേണ്ട ഷിഫ്റ്റിലുള്ള വണ്ടികളൊന്നും ഇതുവരെയും പോയിട്ടില്ല. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. നിലവിൽ കടകളിൽ പാലുണ്ട്. ഇന്നലെ രാത്രി പോയ പാലുകളെല്ലാം കടകളിലുണ്ട്. ഒരു 10-11 മണി കഴിയുന്നതോടുകൂടി തന്നെ ആ ഫസ്റ്റ് ഷിഫ്റ്റിന്റെ സാധനങ്ങൾ കഴിയും. പിന്നെ പാലിന്റെ വിതരണം പൂർണ്ണമായും. ഉൽപാദനമാണ് നിൽക്കുന്നത് ഇതോടുകൂടി. എല്ലാം തിരുവനന്തപുരം ഡയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മിൽമ പ്രോഡക്റ്റുകൾ എല്ലാം നിലച്ചിരിക്കുകയാണ്. പാലും തൈരും എല്ലാം നിലച്ചിരിക്കുകയാണ്. കാരണം ഈ സമരം കൂടുതൽ കടുക്കാൻ കാരണം എന്ന് പറയുന്നത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത തൊഴിലാളികളെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് ഒരു മാനേജിംഗ് ഡയറക്ടർ. ഈ സമീപകാലത്ത് ഇപ്പൊ ഇങ്ങനെ പണിമുടക്കിക്കൊണ്ടുള്ള സമരം എപ്പോഴും അടുത്ത കാലത്ത് നടന്നു നോക്കുന്നുണ്ട്? ഇത് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പണിമുടക്കിലേക്ക് പോയത്. കാര്യം അന്ന് ശമ്പള റിവിഷൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഇതുപോലൊരു സമര രീതി. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പണിമുടക്കിയുള്ള ഒരു സമരം നടക്കുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് ഇവിടെയും കാണാം. പ്ലാന്റിലെ ജീവനക്കാർ പണി എടുക്കാതെ പൂർണ്ണമായി എല്ലാവരും പുറത്താണ്. ഇവർ സൂചിപ്പിച്ചതുപോലെ രാവിലെ 6 മണിയോടുകൂടിയാണ് അവസാന ലോഡുകളും പോയത്. എല്ലാ സമയത്തും ഇവിടെ നിന്ന് പാല് പുറത്തേക്ക് പോയാൽ മാത്രമേ പാലിൻ്റെ ലഭ്യത പൂർണ്ണമായി കിട്ടുകയുള്ളൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മേഖല എന്ന് പറയുമ്പോൾ മിൽമയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു മേഖല കൂടിയാണ്. യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. അവസാനം വരെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ആവശ്യങ്ങൾ? തീർച്ചയായിട്ടും അവസാനം വരെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ പോയാൽ ഇനി ഉച്ചയ്ക്ക് ശേഷം പാൽ വിതരണം തടസ്സപ്പെട്ടില്ല. പാൽ വിതരണം നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരകർഷകർ സംഭരിക്കുന്ന പാല് ഇവിടെ വന്നിട്ട് പ്രോസസ് ചെയ്യുന്ന സംവിധാനം നടക്കില്ല. അതായത് പ്ലാന്റിൽ വന്നിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കില്ല. മിൽമേന്റെ പ്ലാന്റിലെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിശ്ചലമാണ്. ഈ സമരം നടത്തുന്നത്, ഈ പണിമുടക്ക് നടത്തുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണ്ടി അല്ല. പ്രൊമോഷൻ ഇന്നലെ ഉപരോധം നടത്തി പ്രൊമോഷൻ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് സമരം ഈ പണിമുടക്ക് നടത്തിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവനക്കാരെ ഉപരോധത്തിന് പോയപ്പോഴത്തേക്ക് കള്ളക്കേസ് അവർ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും കൂടി കള്ളക്കേസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് പണിമുടക്ക്. അല്ലാതെ ഇന്നൊരു ജീവനക്കാർ അങ്ങനെ ഒരു പണിമുടക്ക് നടത്തിയിട്ടില്ല. ഇതിനു മുമ്പ് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അപൂർവമായ ഒരു സമരമാണ്. ജീവനക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇങ്ങനെ പണിമുടക്കിക്കൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചുകൊണ്ടുള്ള ഒരു സമരം അടുത്ത കാലത്തൊന്നും മിൽമയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ എല്ലാവരും പറയുന്നത്. മാനേജ്മെന്റിന്റെ ഒരു പിടിവാശി, അതല്ലെങ്കിൽ ജീവനക്കാരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ഒരു ശ്രമം. നമുക്കറിയാം, സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായും തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് ജീവനക്കാർക്കെതിരെ, തൊഴിലാളികൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായതോടുകൂടിയാണ് ഇന്ന് രാവിലെ മുതൽ വളരെ പെട്ടെന്ന് പ്ലാന്റുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. രാവിലെ 5 മണി മുതൽ ഇവിടെ നിന്ന് വാഹനങ്ങൾ പോയിട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇവിടെ എത്തിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. പ്ലാന്റുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഉച്ച മുതൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ പാലിൻ്റെ ലഭ്യത കുറയും എന്ന കാര്യം ഉറപ്പാണ്. പ്രൊഡക്ഷൻ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, ഈ പാൽ ഉണ്ടാക്കണമെങ്കിൽ, അതല്ലെങ്കിൽ തൈര്, മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പ്ലാന്റിൽ ചെയ്യേണ്ട ഒരുപാട് അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ പൂർണ്ണമായി മുടങ്ങി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തിരുവനന്തപുരം പ്ലാന്റിലാണ്, അമ്പലത്തിറയിലെ പ്ലാന്റിലാണ് ഞാൻ നിൽക്കുന്നത്. കൊല്ലത്തും പത്തനംതിട്ടയിലും സമാന സംഭവങ്ങളാണ് നടക്കുന്നത്. പാൽ വിതരണം അതിശക്തമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ഉച്ചയോടുകൂടി പാൽ വിതരണം തന്നെ ഏതാണ്ട് പൂർണ്ണമായും താറുമാറാകും.